ഹലോ ഗേസ്, ഗുഡ് മോർണിംഗ്. ഇന്ന് കാലത്ത് തന്നെ എനിക്ക് നല്ല പണിയാണ് കിട്ടിയത്. കാരണം ഫേസ്ബുക്കിൽ ഞാൻ ഇന്നലെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വീഡിയോസ് സെറ്റ് ചെയ്ത് ഷെഡ്യൂൾ ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. അത് പോസ്റ്റ് ആയില്ല, അത് പബ്ലിഷ് ആയില്ല. അപ്പോൾ കാലത്ത് തന്നെ അതിൻ്റെ പിന്നാലെ ഇരിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് മെസ്സിലൊക്കെ പോയി കാലത്തെ ഫുഡൊക്കെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് വന്നതിന് ശേഷം ഞാൻ വിരിയൊക്കെ മടക്കി ഒന്ന് സെറ്റാക്കി വെച്ചു കേട്ടോ. ഇതെന്നും ഉള്ളൊരു ജോലിയാണ് ഈ വിരി തട്ടിക്കുടഞ്ഞ് വെക്കില്ല എന്നുള്ളത്. ചില ദിവസമൊക്കെ കുറേ കഴിഞ്ഞിട്ടായിരിക്കും മടക്കി വയ്ക്കുക. പക്ഷെ ഇന്ന് പെട്ടെന്ന് തന്നെ ചെയ്തു. അതിനുശേഷം പട്ടം എടുത്ത് നോക്കി കാറ്റുണ്ടോ എന്നൊക്കെ പറത്താനായിട്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി കാറ്റൊന്നും ഉണ്ടായിരുന്നില്ല, നിർത്തിപ്പോയി. അടുത്ത പണി കിട്ടിയത് ഇന്നലെ കുരങ്ങൻ ചൂലെടുത്തുകൊണ്ട് പോയായിരുന്നു. അത് ടെറസിൻ്റെ മുകളിലേക്ക് എറിഞ്ഞു. അത് പോയി എടുക്കലായിരുന്നു. കുറേ കഷ്ടപ്പെട്ടിട്ടാണ് അത് കിട്ടിയത് കേട്ടോ. അതിനുശേഷം റൂമിൽ വന്ന് റൂം ജസ്റ്റ് അടിച്ചു വാരി വൃത്തിയാക്കി ഇട്ടു. എന്നിട്ട് ഞാൻ ജോസുവിന് കാലിന് ബാൻഡേജ് ചുറ്റി കൊടുക്കണം എന്ന് പറഞ്ഞത് ചുറ്റി കൊടുത്തിട്ട് എൻ്റെ ഷെൽഫ് വൃത്തിയാക്കാമെന്നാണ് ഇന്ന് വിചാരിച്ചിരുന്നത്. പക്ഷേ മുകളിലത്തെ ഷെൽഫിനകത്ത് കുറേ സാധനങ്ങളുണ്ട്, കുറേ സമയം എടുക്കും. സമയം വൈകിയതുകൊണ്ട് താഴത്തെ 2 ഷെൽഫ് റെഡിയാക്കി വെച്ച്. അത് കുറച്ച് ഐറ്റംസ് മാത്രമേ ഉള്ളൂ കേട്ടോ. വെള്ളം ചൂടാക്കാനൊക്കെ വെച്ചിട്ട് കുളിക്കാനായിട്ട് പോകാനായിട്ട് ഇരിക്കുമായിരുന്നു. അപ്പോഴാണ് ഞാൻ ഇന്ന് ഇങ്ങനെ ഫേസ് മാസ്ക് ഇടാമെന്ന് വെച്ചത്. ഇത് കടലമാവ് ചുമ്മാ വെള്ളത്തിൽ ചാലിച്ചിട്ട് ഇടണതാണ് കേട്ടോ, വേറെ ഒന്നും ഞാനങ്ങനെ ഇടാറില്ല. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു ക്ലൈമറ്റിൻ്റെ ഒരു തണുത്തതായ കാരണം മുഖത്ത് ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ മോയ്സ്ചറൈസൊക്കെ ഇടാറുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മുരി പോലെയാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു. വെയിലുണ്ടെങ്കിൽ പോലും തണുപ്പാണ് കേട്ടോ. കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് മോയ്സ്ചറൈസൊക്കെ ഇട്ട് സെറ്റായി ചെറിയൊരു കുഞ്ഞ് മേക്കപ്പൊക്കെ മുടിയൊക്കെ ചീക്കി സെറ്റാക്കി ഇരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ടുള്ള എൻ്റെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ സെൻറ്റാങ്കിൾ ആർട്ട് അല്ലെങ്കിൽ ഡൂഡൽ ആർട്ട് ചെയ്യാറുണ്ട്. അതിൻ്റെ പുറത്തായിരുന്നു കുറച്ച് നേരം ഇരുന്നു. ഉച്ചക്കത്തെ ഭക്ഷണമൊക്കെ കഴിച്ച് വന്നിട്ടാണ് കേട്ടോ അതിരുന്നത്. അത് ഞാൻ ഒരു മണി തൊട്ട് 3 മണി വരെയൊക്കെ ഇരുന്നെന്ന് തോന്നുന്നു. അതിൻ്റെ പിറകെ 2 എണ്ണം ഞാൻ ചെയ്തു. അതും ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്, സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്യണത്. അതായിരുന്നു, ഇത് സമയം കിട്ടുമ്പോൾ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ, കണ്ടിന്യൂസ് ആയിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അവർ രണ്ടുപേരും കിടന്ന് ഉറങ്ങി കേട്ടോ. ഒരു 4 മണിയൊക്കെയപ്പോൾ ഇനി ഈ പരിപാടിയൊക്കെ അവസാനിപ്പിച്ച് ക്ഷീണമായി. ചായയൊക്കെ ഇട്ട് കുടിച്ച് അതിൻ്റെ കൂടെ സ്നാക്സ് ഇവിടുന്ന് വാങ്ങുന്നതാണ്. 20 രൂപയുടെ പാക്കറ്റ് വെച്ച് കിട്ടും, അതിങ്ങനെ വാങ്ങിച്ച് വെക്കാറുണ്ട്. അതും കൂടെ കുടിച്ചൊരു ചായ ഒരു പിടി പിടിച്ച് കേട്ടോ. അടിപൊളിയാണ് ആ സമയത്തൊക്കെ. എത്ര വെയിലുണ്ടെങ്കിലും ഒരു തണുത്ത ക്ലൈമറ്റാണ് കേട്ടോ ഇവിടെ. സാധാരണ ഇപ്പോൾ ഒരു ചൂട് വരേണ്ട ടൈമാണ്, പക്ഷേ ഇപ്പോൾ ഒരു തണുത്ത ക്ലൈമറ്റാണ്. നമ്മൾ പുറത്തത്ര വെയിൽ കണ്ടാൽ പോലും ഭയങ്കര തണുപ്പാണ് റൂമിൻ്റെ ഉള്ളിലൊക്കെ. വൈകുന്നേരം ഇപ്പോൾ ജസ്റ്റ് ഒന്ന് സൂര്യൻ അസ്തമിക്കുന്ന എടുത്ത് കേട്ടോ. അപ്പോഴാണ് എൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഇതാണ് ഇത്ര അടുത്ത് നിന്നൊന്നും ഫോട്ടോ വീഡിയോ ഒന്നും എടുക്കാനായിട്ട് ഇന്നേ വരെ പറ്റിയിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് കേട്ടോ. അതവിടെ അനങ്ങാതിരുന്നു, ഒറ്റയ്ക്ക് ഒരെണ്ണം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അപ്പോൾ ഫ്രണ്ട്സ്, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ.